ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റുള്ള വെജ് ബിരിയാണി തയ്യാറാക്കി എടുക്കാം. നല്ല സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റൈസാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഓയിലും 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത ശേഷം അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്ന ശേഷം അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു തക്കോലം, ഒരു ജാതിപത്രി കൂടി ഇട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. അതെല്ലാം മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഒരു വലിയൊരു സൈസിലുള്ള സവാള, നിങ്ങൾക്ക് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അരിയാം, ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്തിരി വലുതോട് കൂടിയിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇനി അതിനോടൊപ്പം തന്നെ ഒരു 4-5 കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് അരച്ച ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8-9 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം, ചെറിയൊരു കളർ മാറ്റമൊക്കെ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ്, അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ എല്ലാം പച്ചമണം പോയ ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു സൈസിലുള്ള തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഈ തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അതേസമയം നിങ്ങൾ ചെമ്പിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വെള്ളത്തിൽ നിന്ന് മുന്നിട്ട് വേണം ഉപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ പുതിനയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു സൈസിലുള്ള ലെമൺ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഏറ്റവും ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ ഇതാ അവിടെ വിസിലെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്, വെജ് ബിരിയാണി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.